സ്വർഗദൂതർക്കുടയവനേ, അവരാൽ മഹത്വപ്പെടുന്നവനേ, വന്ദനവോടെ നിനക്കു സ്തുതി, പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ. ത്രിയേകാമേകത്രയാം ഏകദൈവവുമായുള്ള പിതൃസുത പരിശുദ്ധാത്മാവാം സത്യപരനേ. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധ നോമ്പിൻ്റെ 5-ാം ഞായറാഴ്ച തിരുവചന ഭാഗം നാം ധ്യാനിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന നല്ല ബോധ്യങ്ങൾക്കായി ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ വൃദ്ധനായ ഒരു യോഗി അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനത്തോടടുത്തപ്പോൾ താൻ സ്വർഗത്തിലേക്ക് പോവുകയാണ് എന്ന് എല്ലാവരോടും പറഞ്ഞു. മറ്റുള്ളവർക്കെല്ലാം അത് അത്ഭുതമായി. സ്വർഗത്തിലേക്കാണ് പോകുന്നതെന്ന് എങ്ങനെ അദ്ദേഹം അറിഞ്ഞു? എങ്കിലും അവർ ചോദിച്ചില്ല. പക്ഷെ അദ്ദേഹം ആത്മവിശ്വാസത്തോടെ അങ്ങനെ പറഞ്ഞു നടന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം അവരുടെ ആകാംക്ഷയുടെ മുൾമുനയിൽ അവരെല്ലാവരും ചേർന്ന് ചോദിച്ചു, സ്വർഗത്തിലേക്ക് തന്നെയാണ് അങ്ങ് പോകുന്നതെന്ന് എങ്ങനെ അങ്ങേക്ക് അറിയാം? അങ്ങേക്ക് ദൈവത്തിൻ്റെ മനസ്സ് അറിയാമോ? അപ്പോൾ യോഗിയുടെ മറുപടി, ഈശ്വരൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല. എൻ്റെ മനസ്സിൽ എന്താണ് ഉള്ളതെന്ന് എനിക്കറിയാം. ഞാൻ സ്വർഗത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. 18 വർഷം രോഗത്തിൻ്റെ ബന്ധനത്തിലായിരുന്ന ഒരു സ്ത്രീ യാതൊരു വ്യവസ്ഥയുമില്ലാതെ ആരാധനയുടെ പശ്ചാത്തലത്തിൽ തുടരുകയും അവളുടെ നിരന്തര പങ്കാളിത്തം, അവരുടെ നിലവിളികളോ സങ്കടങ്ങളോ വേദനയുടെ ആഴമോ ഒന്നും വിവരിക്കാതെ തമ്പുരാൻ അവളുടെ വേദനയുടെ ആഴം തിരിച്ചറിയുകയും അവളുടെ ആവശ്യം തിരിച്ചറിഞ്ഞ് അവളുടെ സങ്കടങ്ങൾക്ക് പരിഹാരം നിവർത്തിതമാകുകയും ചെയ്യുന്ന മനോഹരമായ ഒരു നിമിഷത്തെയാണല്ലോ ഈ വേദവായനയിൽ നാം ഗ്രഹിക്കുന്നത്. God knows the problems and difficulties of everyone involved in worship. നമുക്ക് എന്തൊരു ബലം നൽകുന്ന ഒരു ബോധ്യമാണ്. നാം ദൈവ തിരുമുൻപാകെ നിന്നു കൊടുക്കുവാൻ നമുക്ക് ധൈര്യം നൽകുന്ന ഒരു ബോധ്യം. അത് ഒരു തവണ സംബന്ധിച്ചത് കൊണ്ടോ പലയിടങ്ങളിൽ കയറി ഇറങ്ങിയത് കൊണ്ടോ ഒന്നും കാര്യമാവുന്നില്ല. ദൈവം എന്നെ പരിഗണിക്കുന്ന ഇടം വരെ ഞാൻ അവൻ്റെ സന്നിധിയിൽ അവൈലബിൾ ആകണം. സങ്കീർത്തനം 141 8-ാമത്തെ വാക്യം ഇങ്ങനെയാണല്ലോ ഓർമ്മിപ്പിക്കുന്നത്, കർത്താവേ, എൻ്റെ കണ്ണ് നിങ്കിലേക്കാകുന്നു, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കുന്നു. ഈ പരിശുദ്ധ നോമ്പിൻ്റെ യാത്ര അത്ഭുതങ്ങൾ തേടി നടക്കുന്ന യാത്രയാകാതെ ദൈവം നമ്മെ കണ്ടെത്തുന്ന, നാം ദൈവത്തെ കണ്ടെത്തുന്ന, തന്നെ തേടിയെത്തുന്നവരെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ഇവനും ഇവളും അബ്രഹാമിൻ്റെ പുത്രനും പുത്രിയും ആകുന്നുവെന്ന ഇമ്പകരമായ ശബ്ദം കേൾക്കുവാനുള്ള അവസരമായി തീർക്കുവാൻ ദൈവം സംഗതിയാക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.